പ്രിയമുള്ളവർ, വളരെ സങ്കടകരമായ വാർത്തകളാണ് മുണ്ടക്കൈയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. വയനാട് ദുരന്തത്തെ നാം നോക്കിക്കാണുന്നത് വളരെ ദുഃഖത്തോടുകൂടെയും വളരെ വ്യസനത്തോടുകൂടെയുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നാം പല രക്ഷാദൗത്യങ്ങളും അവിടെ കണ്ടതാണ്. അവിടുത്തെ സാഹചര്യങ്ങളോട് ഇണങ്ങിക്കൊണ്ട് എല്ലാവിധ രാഷ്ട്രീയ മത സംഘടനകളും ഒരുപോലെ ഒത്തൊരുമിച്ച് അവിടെ രക്ഷാദൗത്യം നടത്തി വരികയാണ്. വളരെ പ്രയാസകരമായ ഒരു രംഗമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന രൂപത്തിലുള്ള കാഴ്ചകളാണ് അവിടെ നിന്ന് നമുക്ക് ലഭിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ നാം അവരെ ചേർത്ത് നിർത്തുമ്പോൾ, നാം അവർക്ക് വേണ്ട എല്ലാവിധ പിന്തുണകളും നൽകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നാം നൽകുന്ന വാഗ്ദാനങ്ങൾ അവർക്ക് കൃത്യമായി ലഭിക്കേണ്ടതുണ്ട്. മുൻപ് പുത്തുമലയിൽ സമാനമായ ദുരന്തമുണ്ടായി. ആ ഒരു സമയത്ത് പല വാഗ്ദാനങ്ങളും അവർക്ക് നൽകി. പലതും ഇന്നും നടക്കാതെ പാതി വഴിയിലാണുള്ളത്. ഇന്നും അവർ ആ ഒരു ദുരന്തമുഖത്തെ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുകയാണെങ്കിലും ഇന്നേക്ക് 5 വർഷം തികയുകയാണ്. ആ ഒരു സമയത്ത് അവർക്കിന്നും അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമതായി അവർ കാർഷിക ലോൺ എടുത്തവരായിരുന്നു. കാർഷിക ലോണ് എഴുതി തള്ളുമെന്ന് അവരോട് അന്ന് വാഗ്ദാനം ചെയ്യുകയും അതുപോലെയുള്ള കുടുംബശ്രീകളിൽ നിന്നെടുത്ത ലോണുകളൊക്കെ എഴുതി തള്ളുമെന്ന് അവരോട് പറഞ്ഞിരുന്നു. ആ ഒരു അടിസ്ഥാനത്തിൽ അവിടുത്തെ ഒരാൾ പറയുന്നൊരു വീഡിയോ ഞാൻ താഴെ നൽകാം. ഇതൊന്ന് കേട്ടു നോക്കൂ. ഒരുപാട് വാടകയും കാര്യങ്ങളൊക്കെ ഇല്ലാതെ ഒരുപാട് പ്രയാസപ്പെട്ട ഒരു ജീവിതമാണ്. പണിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ ഒരു വീടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് തന്നിക്കണം. 50 വീടുകളുണ്ട്. പക്ഷെ അതിൽ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ, ഒരു മഴ പെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ മുഴുവൻ വീടുകളും ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഞാനടക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് നമുക്ക് കുറേയധികം വാഗ്ദാനങ്ങൾ തന്നിരുന്നു. ടൗൺഷിപ്പും അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് വാഗ്ദാനം തന്നിരുന്നു. അതിൽ ഒരു കാര്യങ്ങൾ പോലും അവർ ശരിക്കും പൂർത്തിയാക്കിയിട്ടില്ല. നമ്മുടെ കാർഷിക കടങ്ങളൊക്കെ എഴുതി തള്ളും എന്ന് പറഞ്ഞിരുന്നു. അതിന് ഒരു തരത്തിലുമുള്ള വിധികളും വന്നിട്ടില്ല. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ലോണുകൾ ഉണ്ടായിരുന്നു. കുടുംബശ്രീ ലോണുകളൊക്കെ എഴുതി തള്ളും എന്ന് പറഞ്ഞ് കുറേയധികം ആളുകൾ ലോൺ അടയ്ക്കാതിരുന്നു. ലാസ്റ്റ് പലിശയും കൂട്ടുപലിശയൊക്കെ ആയിട്ട് ഇപ്പം അടച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കേട്ടല്ലോ. ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് അവിടുത്തെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച്. വീടുണ്ടാക്കിയിട്ട് 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ വീടുകൾ ചോർന്നൊലിക്കുകയാണ് എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് വാഗ്ദാനങ്ങൾ അവർക്ക് നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങൾ പലതും ഇന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുമാണ് ഈ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത്. അതിനെ നാം വിലയിരുത്തുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി പറയുമ്പോൾ ആ വീഡിയോയിലുള്ളത് അവർക്ക് പലർക്കും പല ലോണുകളും പണമിടപാടുകളും എഴുതി തള്ളുമെന്ന് പറഞ്ഞിരുന്നു. അതിന്നും എഴുതി തള്ളാതെ തുടരുന്നു എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ അവരുടെ സ്വത്തും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടതാണ്. അവർക്ക് പുതിയ പദ്ധതികളും പുതിയ ഒരു ജീവിതവും എല്ലാം നൽകുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അതന്ന് സർക്കാർ ആ ഒരു ദുരന്തമുഖത്ത് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീടത് സർക്കാരിന് വേണ്ട രൂപത്തിൽ നടത്താൻ സാധിച്ചിട്ടില്ല. പല ദുരന്തങ്ങളിലും സർക്കാരുകൾ ഇതുപോലുള്ള ഇടപെടലുകൾ നടത്താറുണ്ട്. എങ്കിലും പല വിഷയങ്ങളും അതിനെ കൃത്യമായി അവർ പാലിക്കാറില്ല എന്നുള്ളതാണ്. പല പ്രഖ്യാപനങ്ങളും സർക്കാരുകൾ നടത്താറുണ്ട്. ദുരന്തമുഖത്തല്ലെങ്കിലും മറ്റു ചിലത് നടത്തി വരാറില്ല. അതുപോലെയല്ല ഇത്തരം വലിയ ദുരന്തങ്ങളെ നേരിട്ടവർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ലംഘിച്ചാലുള്ളത്. ഒന്നുമില്ലാതെ ഇല്ലായ്മയിൽ നിന്ന് പിന്നെ വളരുകയാണ് അവർ ചെയ്യുന്നത്. ഇല്ലായ്മയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി പലരും മുന്നോട്ട് വരാറുണ്ട്. അന്നവർക്ക് നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു ടൗൺഷിപ്പ് എന്നുള്ളത്. ഇന്നതൊക്കെ വെറും പാഴ്വാക്കുകളായി മാത്രം ബാക്കി നിൽക്കുകയാണ്.
നാം കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനേക്കാൾ നല്ലതെന്ന് തോന്നുന്നത് ഇനി നമ്മുടെ മുന്നിലുള്ള ഈ മുണ്ടക്കൈയിലെ ചൂരൽമലയിലെ അവിടെ ദുഃഖം പൂണ്ടുകിടക്കുന്ന മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയാണ്. ഈ ഒരു സമയത്ത് നാം എല്ലാവരും അവരോടൊപ്പം ചേർന്നുകൊണ്ട് സർക്കാരും ജനങ്ങളും മതസംഘടനകളും സാമൂഹിക സംഘടനകളും എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് പൂർണ്ണമായ പിന്തുണ വയനാട്ടിന് നൽകേണ്ടതുണ്ട്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നൽകുന്ന വാഗ്ദാനങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. കാരണം പുത്തുമലയെപ്പോലെ അല്ല മുണ്ടക്കൈയുടെ അവസ്ഥ എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട്. കാരണം വളരെ ദയനീയമായ അവസ്ഥയാണ്. ചിലർക്ക് മാതാപിതാക്കളില്ല, ചിലർക്ക് വളരെ നല്ല രൂപത്തിലുള്ള പരിക്ക് പറ്റിയവരുണ്ട്. അങ്ങനെ പല ആളുകളും അവിടെയുണ്ട്. ചിലർ വൃദ്ധരാണ്, അവർക്ക് മറ്റാരുമില്ല. അങ്ങനെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ഒരുപാട് ദുഃഖമനുഭവിക്കുന്ന സങ്കടമനുഭവിക്കുന്ന വ്യക്തികളാണ് അവിടെയുള്ളത്. പുത്തുമലയേക്കാൾ അധികരിച്ച ജനങ്ങളുണ്ട് മുണ്ടക്കൈയിൽ എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട്. എത്രയോ ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ദുഃഖം അല്ലെങ്കിൽ അതിൻ്റെ വ്യസനം പറഞ്ഞാൽ തീരുകയില്ല, അത്രമാത്രം വലുതാണ്. നാം എല്ലാവരും ഒന്നിച്ചുകൊണ്ട് തന്നെ ഇതിനെ മുന്നിടുകയും അതുപോലെ തന്നെ ഇവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നും നടപ്പിലാക്കുകയും വേണം. അതുകൊണ്ട് സർക്കാർ നൽകിയ എല്ലാവിധ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുകയും കഴിഞ്ഞ പുത്തുമലയ്ക്ക് നൽകിയ പോലുള്ള വാഗ്ദാനങ്ങൾ പാഴ്വാക്കാക്കാതെ മുണ്ടക്കൈയിൽ അത് നടപ്പിലാക്കുക തന്നെ വേണമെന്നാണ് ഈ ഒരു സങ്കടകരമായ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്.